നല്ല ചീരയാ കേട്ടോ. ആ, തൊമ്മിച്ചൻ ജൈവവളമാ ഇടുന്നത്. നല്ല രുചിയായിരിക്കും. ഓ, കടയിൽ നിന്ന് കൊണ്ടുവന്നത് എന്നാത്തിന് കൊള്ളായിരുന്നു. ഒരു ചമ്പുമില്ല, അമ്മച്ചി, ചൊവയില്ല. ഇന്ന് എന്റെ അമ്മ വരുന്നുണ്ടെന്നത് ഇപ്പൊ ഫോൺ വിളിച്ചതേ ഉള്ളൂ. ആണോ? ഓ, എന്റെ ദൈവമേ, അവരുടെ പരിഭവം മാറിയെന്നൊന്ന് കേട്ടാ മതി എനിക്ക്. അവരുടെ പരിഭവം ഒക്കെ മാറിക്കാണും, അതാ വരാന്ന് സമ്മതിച്ചതേ. ആ, എന്റെ ദൈവമേ, പിണക്കമൊക്കെ മാറി രണ്ട് വീട്ടുകാരും സഹകരിച്ച് പോവുകയാണെങ്കിൽ അതിപ്പോ സന്തോഷം വേറെ ഉണ്ടോ പെണ്ണെ? ആ, അവരെ കുറ്റം പറയാനും പറ്റിയല്ല കൊച്ചെ. ആകപ്പാടെയുള്ളൊരു മോളല്ലേ, ഒരു സുപ്രഭാതത്തിൽ ഒരു ക്രിസ്ത്യാനി ചെറുക്കന്റെ കൂടെ പോയിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് വീട്ടുകാർക്കാ സഹിക്കാൻ പറ്റുന്നേ? പോരാത്തിന് നിന്റെ അച്ഛൻ അമ്പലത്തിലെ പൂജാരിയല്ലേ. നാണക്കേട് എന്തുമാത്രം അനുഭവിച്ചിട്ടുണ്ടാവുമായിരിക്കും. അച്ഛന്റെ ദേഷ്യം ഇതുവരെ മാറിയിട്ടൊന്നുമില്ല. കുഴപ്പമില്ല, അമ്മ വന്നാ പിന്നെ പയ്യെ പയ്യെ ദേഷ്യമൊക്കെ മാറിക്കോളും. അമ്മച്ചി, പിന്നെ അമ്മ വരുന്ന കൂടെ എന്റെ മുത്തശ്ശിയും വരുന്നുണ്ടെന്ന്. ഞാൻ മുത്തൂന്നാ വിളിക്കുന്നത്. കണ്ടാ ഭയങ്കരയാന്ന് തോന്നുമെങ്കിൽ ആളൊരു പാവാ. ഞാൻ എപ്പോഴും ഓരോന്ന് പറഞ്ഞ് ദേഷ്യം പിടിപ്പിച്ചോണ്ടേ ഇരിക്കും. മുത്തുവും കൂടെ വരുന്നുണ്ടെന്നാ പറഞ്ഞെ. മുത്തൂന് എന്നെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹം പോലും. ആ, നീ ഒരു കാര്യം ചെയ്യ്, വീടും പിന്നെ പുറമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്. ഞാനേ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാം. ഒരു കാര്യം ചെയ്യാം, നമ്മുടെ തൊമ്മിക്കുഞ്ഞിനോട് പറയാം, പോയിട്ട് എന്തെങ്കിലുമൊക്കെ സാധനം വാങ്ങിക്കൊണ്ട് ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ മേടിച്ചോണ്ട് വന്നോളൂ. അവൻ ഓട്ടോ ഉണ്ടല്ലോ. ആ, അപ്പം ഇച്ചിരി കപ്പയും കൂടെ മേടിപ്പിക്കാം. അപ്പൊ നീ ഏതായാലും ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്. നേരത്തെ ഇന്നലെ ഒന്ന് വിളിച്ചു പറയുവാണെങ്കിൽ എന്തേലുമൊക്കെ നേരത്തെ കൂട്ടി മേടിച്ച് വെക്കായിരുന്നു. ഇതിപ്പോ അവൻ വരുമ്പോ വൈകുന്നേരം ആവും. ഏഹ് അവന്റെ അപ്പനാണെങ്കിലും മില്ലി പോയേക്കുവാ. ഏത് നേരം ആവും ഇവിടെ എത്താനൊന്നും അറിയത്തില്ല. അതുവരെ നോക്കിയിരിക്കാൻ പറ്റുമോ? എന്തേലുമൊക്കെ മേടിച്ച് പെറുക്കി ഉണ്ടാക്കി വെക്കണ്ടേ? അവനാകുമ്പോ അവന്റെ ഓട്ടോയ്ക്ക് എല്ലാ സാധനങ്ങളും നോക്കിയും പെറുക്കിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നോളൂ. അപ്പൊ നമുക്ക് ഉണ്ടാക്കി പെറുക്കി വെക്കാലോ. കേട്ടോ? ആ, ശ്ശോ, എന്നാലും എന്റെ കൊച്ചേ, എനിക്ക് ആ പാടെ ഒരു ടെൻഷനാ. ഒന്ന് നേരത്തെ ഒന്ന് വിളിച്ച് അമ്മയെങ്കിലും ഒന്ന് പറയുമായിരുന്നെങ്കിലേ നമുക്ക് എന്നേലുമൊക്കെ ഇച്ചിരി നന്നായിട്ടൊക്കെ അല്ലേ. പെട്ടെന്ന് തീരുമാനിച്ചതാണ്. ഇന്ന് രാവിലെ തീരുമാനിച്ച് രണ്ടുപേരും കൂടി വരികയാണ്. വേറെ എവിടെ പോവാന്ന് പറഞ്ഞിട്ടാ വരുന്നതെന്നാ പറഞ്ഞ വീട്ടില്. ആ, എന്നേലും ആകട്ടെ, എന്തായാലും വരാൻ സമ്മതിച്ചല്ലോ. അത്രയും സന്തോഷം. അന്ന് കൊച്ചു പുറത്തോട്ട് ചെല്ല്, ഞാൻ അവനെ വിളിച്ച് പറഞ്ഞ് എന്തേലുമൊക്കെ മേടിപ്പിക്കട്ടെ കേട്ടോ. ആയിക്കോട്ടെ, ശരി ശരി ശരി. ആ, അമ്മേ, മുത്തു, പാമോളെ. ഇവിടെ വന്ന് ഇരിക്ക്. ആ, അയ്യോ, ഇതാരൊക്കെയാ? എന്റെ പൊന്നെ, ഇവളുടെ ഒരു സന്തോഷം കാണണമായിരുന്നു. വീട്ടിൽ നിന്ന് അമ്മയും മുത്തും വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു സന്തോഷമായിരുന്നു. എന്നും ഈ പാവം പ്രാർത്ഥനയാ, നിങ്ങളുടെ പിണക്കമൊക്കെ മാറി ഒന്ന് വരണേന്ന്. എനിക്ക് ഒപ്പടി സങ്കടം വരുന്നു ഇതിന്റെ വിഷമം കാണുമ്പോഴേ. ഇത് ഇന്നലെയും കൂടെ പള്ളിയിൽ പോയിട്ട് 100 മെഴുകുതിരിയാ കത്തിച്ചത്. 100 മെഴുകുതിരിയെ ചില്ലറ കത്തിരി വല്ലതാണോ പെണ്ണ് കത്തിച്ചത്? എന്നാൽ അതിനൊക്കെ മാതാവ് ഒരു ഫലം കാണിച്ചു തന്നു കേട്ടോ. എന്നാണേലും നിങ്ങൾ സംസാരിച്ചിരിക്കുക, കുറെ വിശേഷങ്ങളൊക്കെ പറയാനുണ്ടായില്ലേ. ഞാൻ എന്തേലുമൊക്കെ ഇച്ചിരി അടുക്കളയിൽ പണി എന്തേലുമൊക്കെ ചെയ്യട്ടെ. സംസാരിച്ചിരിക്കുക കേട്ടോ. ഇപ്പൊ വരാം. ആ. ശ്ശോ, എത്ര നാളായി എന്റെ പൊന്നുമോളെ കണ്ടിട്ട്. നിനക്ക് അമ്മേനെ കാണണമെന്ന് തോന്നിയില്ലേ കുട്ടി? അമ്മേനെ വിചാരിക്കാത്ത ഒരു ദിവസം പോലും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. എന്റെ അമ്മ എന്തെങ്കിലും വരുമെന്ന് എനിക്ക് അറിയായിരുന്നു. എന്തായാലും അമ്മ വന്നല്ലോ. ആ, ഒടുക്കം പള്ളിയിൽ പോകാനും മെഴുകുതിരി കത്തിക്കാനും വരെ തുടങ്ങി. എന്റെ ഭഗവതി. ആ, കൈ ഇങ്ങോട്ട് നീട്ടിക്കേ. എന്തിനാ മുത്തശ്ശി? ഇങ്ങോട്ട് നീട്ട് കുട്ടി. എന്താ കഴിച്ചേ? ഞാൻ ചോറാ കഴിച്ചത്. ആ, ചോറിന്റെ കൂടെ എന്ത് കൂട്ടിയാണ് കഴിച്ചതെന്നാണ് ചോദിച്ചത്. പോയി അമ്മ. ചോറിന്റെ കൂടെ സാമ്പാറും പച്ചടിയാ കൂട്ടിയത്. എന്റെ ഭഗവതി, നേരാണോ എന്തോ. കണ്ട ആടിനെയും മാടിനെയും കഴിക്കാൻ തുടങ്ങിയെങ്കിൽ പറഞ്ഞോ, ഇപ്പൊ ഇറങ്ങും ഞങ്ങള്. നീ ക്രിസ്ത്യാനി ചെക്കൻ്റെ ഒപ്പം പോകുന്നതിലും അമ്മയ്ക്ക് വിഷമം നീ മാംസാഹാരം എന്തെങ്കിലും കഴിക്കുമെന്നായിരുന്നു. മുത്ത് പേടിക്കണ്ട കേട്ടോ, ഞാൻ മാംസാഹാരങ്ങളൊന്നും കഴിക്കൂല. ആ, ആനന്ദവല്ലി, നമുക്ക് പെട്ടെന്ന് ഇറങ്ങണം. ഇങ്ങോട്ട് വരണമെന്ന് നിരീക്ഷിച്ചതല്ല, പിന്നെ നിന്നെ കാണാനുള്ള മോഹം കൊണ്ട് വന്നതാ. ഞങ്ങൾ ഇവിടുന്ന് ഭക്ഷണമോ വെള്ളമോ ഒന്നും കഴിക്കൂല. നിന്നെ ഒന്ന് വന്ന് കണ്ടു, എത്രയും പെട്ടെന്ന് ഇറങ്ങണം. ആ മോളെ, ഞങ്ങൾക്ക് വേഗം പോണം. വീട്ടിൽ അച്ഛൻ അറിയാതെ പോകുന്നതേ. അച്ഛൻ അറിഞ്ഞാലുള്ള കാര്യം നിനക്ക് അറിയാലോ, അച്ഛന്റെ സ്വഭാവം. അതുകൊണ്ട് പെട്ടെന്ന് പോണം. നമ്മൾ ഇവിടെ നിൽക്കാനൊന്നും ഞങ്ങളോട് പറയരുത് കേട്ടോ. അതെയോ? അമ്മ ചോറും കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സാരില്ലമ്മേ, വന്നല്ലോ, 2 മണിക്കൂർ ദൂരമില്ല ഇവിടുന്ന് അങ്ങോട്ട്. പെട്ടെന്ന് പൊയ്ക്കോ, കുഴപ്പമില്ല. ഇനി പയ്യെ അച്ഛന്റെ പിണക്കൊക്കെ മാറുമായിരിക്കും. എന്നാലും താഴത്തും തലയിലും വെക്കാത്ത നിന്നെ ഞാനാണ് വളർത്തിയത്.
ആ ഞങ്ങൾക്ക് നാണക്കേടുണ്ടാക്കി വെച്ചൂലോ നീ. എനിക്ക് ഇപ്പോഴും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റണില്ല ഇതൊന്നും സത്യമാണോന്ന്. എന്റെ ഭഗവതി, എന്തെല്ലാം കണ്ടാലാ. അമ്മ വിഷമിക്കാതമ്മ, നമ്മുടെ മോള് സന്തോഷമായിട്ടില്ലേ ജീവിക്കുന്നേ. മരുമോൻ അവളെ പൊന്നു പോലെ നോക്കുന്നുണ്ട്. അവളെ കണ്ടറിഞ്ഞൂടെ? മരുമോനെ കാണണമെന്നുണ്ട് മോളെ, പക്ഷെ അതുവരെ ഇരിക്കാൻ വയ്യല്ലോ, പോണ്ടേ. പിന്നെ ഒരു ദിവസം വരാട്ടോ. വാ നമുക്ക് മുറിയിലോട്ടൊന്ന് പോവാം വാ. ഓ, തീരെ ചെറിയ മുറിയാണ്, സൗകര്യങ്ങളൊക്കെ വളരെ കുറവാണല്ലോ. ആ, എങ്ങനെ ജീവിക്കേണ്ട കുട്ടിയാ നീ. ഇത്ര വലിയ വീട്ടിലോട്ട് കെട്ടിച്ചു വിടാൻ പറ്റുമായിരുന്നു നിന്നെ? നിന്റെ തലവരെ ഇങ്ങനെ ആയിപ്പോയി. സാരില്ല അമ്മേ, വീടൊക്കെ വെച്ചാലോ. വായോ എല്ലാരും വാ, ഞാനിത് ഭക്ഷണം എടുത്ത് വെച്ചേക്കുന്നു. കുറച്ചു നേരം ആയില്ലേ, ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് സംസാരിക്കാം, എന്നിട്ട് നാളെയൊക്കെ പോവാന്നേ. ഏയ് ഞങ്ങൾക്കൊന്നും വേണ്ട, ദേ ഇപ്പൊ തന്നെ അങ്ങോട്ട് ഇറങ്ങും. മോളെ കണ്ടു, ശരി പോയാ മതി. അയ്യോ അങ്ങനെ പറയരുത്, ഞാനിത് ചോറും എന്തൊക്കെ കറികളും ഉണ്ടാക്കിയെന്നറിയാമോ. തുമ്മീനെ വിട്ട് മേടിച്ചത് അപ്പുറത്തുള്ള ചെറുക്കനാണേ, ഓട്ടോക്കാരനാ. ആ, ഇത് പോരാത്തൊരു കപ്പയുണ്ട്, ബീഫുണ്ട്. ഇവക്ക് വേണ്ടായിരിക്കും, ഇവള് കുറച്ച് നേരത്തെയാ കഴിച്ചത്, കപ്പ കഴിച്ചത്. ഇന്നലത്തെ മീൻകറി ഉണ്ടായിരുന്നു, അപ്പൊ ഇവള് ഇന്നലത്തെ മീൻകറിയും കൂടിയിട്ട് കപ്പ കഴിച്ചു. അതുകൊണ്ട് അവക്ക് വിശക്കുന്നുണ്ടായില്ല. നിങ്ങള് വാ. അയ്യോ, സാമ്പാറും പച്ചടിയും കൂട്ടി നീ ചോറുണ്ടില്ലേ? നന്നായി, തൃപ്തിയായി മുത്തശ്ശിക്ക്, തൃപ്തിയായി. ഞങ്ങളെ മനഃപൂർവ്വം അവമാനിക്കാൻ വേണ്ടിട്ടല്ലേ ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി വെച്ചത്. നിനക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടല്ലല്ലോ അല്ലേ? ഇന്ന് ബീഫ് വാങ്ങിയായിരുന്നോ? എല്ലാം തീർന്നു. നിനക്ക് അറിയില്ലേ കുട്ടി, നീ ഇതൊക്കെ ശ്രദ്ധിക്കണ്ടായിരുന്നോ? അയ്യോ ക്ഷമിക്കണം കേട്ടോ, ഞാൻ അത് ഓർത്തില്ല. ശോ, അതല്ല ഞാൻ ഓർക്കാതിരുന്നേന്നാ ഓർക്കുന്നേ. ഇവിടെ പുറത്ത് ഓരോ കൂട്ടം പണിയായിരുന്നേ, അതുകൊണ്ട് ഈ ബീഫ് കൊണ്ടുവന്നതും കറി വെച്ചതൊന്നും കൊച്ചു കണ്ടില്ല. അയ്യോ, അതൊരു അബദ്ധം പറ്റിപ്പോയതാട്ടോ. നിങ്ങൾ മിണ്ടരുത് സ്ത്രീയെ. ഈ മോളോട് അല്പം സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഞങ്ങളോട് ഇങ്ങനെ കാണിക്കില്ലേ? ആനന്ദവല്ലി ഇറങ്ങ്. ആ, ഞങ്ങൾ ഇറങ്ങുവാ. അമ്മ, നീ ഇറങ്ങി പോയിച്ചാലും നിന്നോടൊരു സ്നേഹം ഉണ്ടായിരുന്നു. ഇന്ന് തീർന്നു എല്ലാം. ഇനി ഞങ്ങൾക്ക് നിന്നെ അറിയില്ല. ഇങ്ങനൊരു മകളും ഇല്ല ഞങ്ങൾക്ക്. ആനന്ദവല്ലി വാ, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോണം. ഇത് ഞങ്ങളെ നീ മനഃപൂർവ്വം അപമാനിക്കാൻ വേണ്ടി ചെയ്തതാണിത്, അല്ലേ? എന്റെ ഓടേ തമ്പുരാനെ, ഇനി എന്നാ ചെയ്യൂന്ന് പറ.